ഇനി തോറ്റം പാട്ടുകളെ കുറിച്ചുള്ള വിശദമായ വിശകലനത്തിലേക്കാണ് പോകുന്നത്. കഴിഞ്ഞ എപ്പിസോഡുകളൊക്കെ അവിടെ എവിടെയായി പറഞ്ഞ് സൂചിപ്പിച്ച് പോയിട്ടുള്ള തോറ്റം പാട്ടുകളെ വിസ്തരിച്ചൊന്ന് പരിശോധിക്കുകയാണ്. ഒരു 5 തരത്തിലുള്ള തോറ്റപ്പാട്ടുകളുണ്ട്. ഒന്ന് അനുസരിക്കുന്ന തോറ്റം, പൊലിച്ചുപാട്ട് രണ്ടാമത്തത്, മൂന്നാമത്തത് പുഴത്തോറ്റം, നാലാമത്തത് വെള്ളാട്ടിൻ്റെ തോറ്റം. ഇങ്ങനെ ഒരു 4-5 തോറ്റങ്ങളുണ്ട്. അതിൽ അനുസരിക്കുന്ന തോറ്റം ആദ്യ ഭാഗത്ത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പൊലിച്ചുപാട്ട് അതിനെപ്പറ്റിയും പറഞ്ഞു. പുഴത്തോറ്റം കുറച്ച് വിസ്തരിച്ച് നോക്കണം. കാരണം പ്രത്യേകിച്ചൊരു കാരണം കൂടിയുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത് തെക്ക് തിരുവഞ്ചിക്കുളത്ത് നിന്ന് വരുന്ന കരിങ്കാളി എന്തുകൊണ്ട് കൊടുങ്ങല്ലൂർ ഭദ്രകാളിയുമായിട്ട് ഭദ്രകാളിയെ പറ്റിയൊന്നും പറയാതെയോ വന്ദിക്കാതെയോ പോയി എന്നൊരു സംശയം എൻ്റെ ഒരു സുഹൃത്തും കൊളീഗുമായിട്ടുള്ള വിഷ്ണു ചോദിച്ചു. അതിൽ ആ ചോദ്യത്തിലൊരു ഔചിത്യമുള്ള ചോദ്യമാണ്. അതെന്ന് വെച്ചാൽ അവിടെ സൂചിപ്പിക്കുന്നില്ല, പക്ഷേ 1-2 സ്ഥലത്ത് പറയുന്നുണ്ട്. ഒരുത്തി നമ്മെ ശ്രദ്ധപ്പെടുത്തുന്നു, ഇടയ്ക്ക് എന്നിങ്ങനെ ഒരു ഉപദ്രവിക്കുന്നത് പോലുള്ളൊരു സൂചന അവിടെ കൊടുത്തിട്ടുണ്ട്. അത് മിക്കവാറും ഈ പുഴത്തോറ്റമായിട്ട് ബന്ധപ്പെട്ടാണ് വരിക തോന്നുന്നു. ആദ്യത്തെ തോറ്റം, ഈ പുഴത്തോറ്റം ആണ് പ്രധാനമായിട്ട് കരിങ്കാളി തൻ്റെ കഴിവിനെ കാണിക്കുന്നത്. തൻ്റെ കഴിവെന്ന് വെച്ചാൽ തൻ്റെ ഈ ബലത്തെയും തൻ്റെ അധികാരത്തെയും തൻ്റെ ശക്തിയെയും തൻ്റെ ശക്തിയോട് കൂടിയിട്ടുള്ള തീരുമാനത്തെയും ഒക്കെ ഈ പുഴത്തോറ്റത്തിലാണ് കാണിക്കുന്നത്. പൊതുവെ ഈ തോറ്റം പാട്ടിൽ നമ്മൾ കാണിക്കുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, തോറ്റങ്ങളിലെവിടെയും ഈ സ്ത്രീയുടെ സാന്നിധ്യം വളരെ കുറവാണ്. സ്ത്രീ സാന്നിധ്യം വളരെ കുറവായെന്ന് വെച്ചാൽ കാരണം പോലും പറയുന്നത് അനുസരിച്ച് തോറ്റത്തിന് പിന്നെ പൊലിച്ചുപാട്ടിലൊക്കെ അങ്ങനെ ആ കാര്യം പറയുന്നത് വെച്ചാൽ, എന്തിനാണ് തിരുവഞ്ചിക്കുളത്ത് നിന്ന് പുറപ്പെട്ടത്? തെക്കൻ തിരുവഞ്ചിക്കുളത്ത് നിന്ന് പുറപ്പെട്ട് വരുമ്പോൾ അവിടെ നിന്ന് പിന്നെ ഈ തിരുനാവായിക്കാവിൽ എത്തുന്നു. അവിടെ നിന്ന് പോരാനൊരു കാരണം, ദേവന്മാർ മേലുലോകം ശമിക്കുന്നു, ദേവിമാർ കീഴ്ലോകം ശമിക്കുന്നു. മുകളിൽ ദേവന്മാരും താഴെ ദേവിമാരും താമസിക്കുമ്പോൾ മുകളിൽ നിന്ന് വീഴുന്ന അടക്കാത്തരങ്ങും വെറ്റിലയുടെ തുപ്പലും ഒക്കെ സഹിക്കാൻ വയ്യാതെ അവിടുന്ന് പുറപ്പെടുക നമുക്ക് എന്ന് ദേവിമാർ തീരുമാനിച്ചു. അവിടുന്ന് പുറപ്പെടുക. ഈ മുകളിലുള്ള പുരുഷ ദേവന്മാരെ സഹിക്കാൻ കഴിയാതെ ആണ് തിരിച്ചു വരുന്നത്. ഈ പുറത്തേവൻ്റെ അവിടുന്ന് പോരുമ്പോൾ ആരും അറിയാതെ പോരണം എന്നാണ്. ആരും അറിയാതെ പോരാൻ സൂക്ഷ്മമായിട്ട് ആരും അറിയാതെ ഒരു കൂറ്റനായൊരു കാളമേഘത്താനെ തട്ടി തലതിരിക്കുന്നു എന്നാണ്. തലതിരിക്കുമ്പോൾ പെയ്യാത്ത കൊടിയിൽ നിന്ന് മഴ പെയ്യിച്ചു. കൊത്താത്ത കൊടിയിൽ മീൻ കൊത്തുന്നത് പോലെ, കുന്നത്ത് ഉള്ള കവുങ്ങൻ പൂക്കുല മീൻ കൊത്തുന്നത് പോലെ വലിയൊരു മലവെള്ളം വന്നു, വലിയ ഒഴുക്കുണ്ടായി. ആദ്യത്തെ ഒരു വളരെ ശക്തമായിട്ടുള്ള പ്രളയത്തെ കുറിച്ചുള്ള സൂചനയാണ് ആദ്യത്തെ. അപ്പോൾ അവിടെ നിന്ന് വരുമ്പോൾ ഈ കരിങ്കാളിയുടെ ഉൽപ്പത്തിയെക്കുറിച്ചൊരു സൂചനയും കൊടുക്കുന്നു. ആദ്യം പറഞ്ഞിട്ടെങ്കിലും ഉൽപ്പത്തിയെക്കുറിച്ച് പറയുമ്പോൾ അവിടെ ഒരു തരം അവ്യക്തതയാണ്. എല്ലാ ദേവന്മാരുടെയും ദേവിമാരുടെയും ഒക്കെ ഉൽപ്പത്തിയെക്കുറിച്ച് വരുമ്പോൾ തോറ്റം പാട്ടുകളിൽ ഇങ്ങനൊരു കാര്യം കാണാനുണ്ട്.
ഒരു കൃത്യമായിട്ട് ഇന്നതില്ല. മംസാരി വെച്ച് കൈതപ്പൂവിൽ വെച്ച് കൈതപ്പൂവ് ഇതളിടയിൽ പോന്നു പിറന്നാൾ കരിങ്കാളി, പിറന്നവൾ കരിങ്കാളി എന്ന്. മംസാരി വെച്ച് എന്താണ് മംസാരി വെച്ച് എന്നതിൻ്റെ അർത്ഥം വ്യാഖ്യാനം പറ്റുന്നില്ല. അപ്പോൾ ഒരു അവ്യക്തതയിൽ കൂടിയാണ് ഈ ഉൽപ്പത്തിയെക്കുറിച്ച് പറഞ്ഞത്. അതൊക്കെ ഈ ഭാഗത്ത് വരുന്നു. അതുപോലെ പിന്നെ അതിനുശേഷം ഈ പുഴത്തോറ്റത്തിൽ വരുമ്പോൾ ആണ് എന്തിനാണ് ഈ വരവ് എന്ന്. തെക്ക് കാരാർ കടന്ന് വരണം. തെക്ക് കാരാർ കടന്ന് വരുമ്പോൾ അവിടെ ഈ തോണി തുഴയുന്ന മെയ്യടിയാന്മാർ, പുഴയടിയാന്മാർ എന്ന് പറയും. പുഴയടിയാന്മാർ അവരുടെ ഒരു നായകനെ കാണുന്നില്ല. നായകൻ അവിടെ ഇല്ല. അവിടെ കടലിൽ മീൻചാടിന് പോയിരിക്കുന്നു. അപ്പം അതുകൊണ്ട് ഇന്ന് വരാൻ വയ്ക്കുന്നു. അപ്പോൾ അപ്പുറം കിടക്കാൻ വഴിയില്ലാതെ ഇവർ ഇക്കരയിൽ ഒരു പട്ടിണിശാല കൂട്ടി താമസിക്കുകയാണ് ചെയ്യുന്നത്. ഈ പട്ടിണിശാല കൂട്ടി താമസിക്കുമ്പോൾ ഒരു പ്രത്യേകത കണ്ടതെന്താണെന്ന് വെച്ചാൽ, എല്ലാവരും ഭക്ഷണം കഴിച്ച് വെറുതെ കിടന്നുറങ്ങണ്ട, എന്തെങ്കിലും വിനോദം എന്തെങ്കിലും ആവാം, ആടിക്കൊള്ളിൽ പാടിക്കൊള്ളിൽ അങ്കുലിയാങ്കൂത്ത് ആടിക്കൊള്ളിൽ എന്ന് പറയും. അങ്കുലിയാങ്കൂത്ത് എന്ന് പറയുമ്പോൾ ഒരു കൂത്തിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. അങ്കുലീയം രാമായണ സന്ദർഭത്തിൽ വരുന്ന അങ്കുലിയെ സംബന്ധിക്കുന്നൊരു സംസ്കൃത നാടകമുണ്ട്. ആ നാടകത്തെക്കുറിച്ചാണ് പറയുന്നതെന്ന് തോന്നുന്നു. അത് അങ്കുലിയാങ്കൂത്ത് എന്ന വാക്യം പറഞ്ഞത്. അപ്പം അത് അടിക്കൊള്ളിൽ കയ്യിലുള്ള സംഗീതോപകരണങ്ങളൊക്കെ ഉപയോഗിച്ചോളിൽ എന്നൊക്കെ കൽപ്പിക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് നേരം നില വെളുക്കുമ്പോൾ വീണ്ടും ഇതുപോലെ ഇവരൊരുങ്ങി പുഴയടിയാനെ വിളിച്ച് പറയുന്നു. പുഴയടിയാനെ എല്ലാവരും എല്ലാ ഭാഗത്തും വിളി കേൾക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓ എന്നും എന്തെന്നും വിളി കേൾക്കുന്നു എന്നാണ്. ഒരിക്കലും ഒരു മാന്യമല്ലാത്തൊരു ഭാഷയിൽ ഉപയോഗിക്കുന്നില്ല. അത് ഓ എന്നും എന്തെന്നും വിളി കേൾക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഈ തെക്ക് കാരാർ കടത്തി വഴി പറഞ്ഞ് തരണം ഞങ്ങൾക്ക് എന്ന് പറയുന്നു. അപ്പോൾ ചേരമാം സ്വരൂപം കൽപ്പിച്ച പുഴക്കൂലിയും തോണിക്കൂലിയും തന്നാൽ അപ്പുറത്തേക്ക് കടത്തിവിടാം എന്ന് പറഞ്ഞപ്പോൾ അത് ഞങ്ങളുടെ കയ്യിൽ അതിനുള്ള നാണയം കയ്യിലില്ല, കയ്യിലൊക്കെ ഒന്നുമില്ല, ആ കൂടി ഞങ്ങളുടെ കയ്യിലൊന്നും ഇതൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ തലയിൽ ചൂടിയിട്ടുള്ള ആഭരണം, കഴുത്തിൽ അണിഞ്ഞിട്ടുള്ളത്, കയ്യിലുള്ളത്, ഇപ്പോൾ നേരത്തെ പറഞ്ഞ ആഭരണങ്ങളൊക്കെ വിരുതുവള, ശങ്കിലി എന്നൊക്കെ പറഞ്ഞ കണക്ക് ഉണ്ടല്ലോ, ആ ചിട്ടപ്രകാരമുള്ള എല്ലാ ആഭരണങ്ങളും തന്ന് പോയിക്കൊള്ളുന്നുണ്ട്. അപ്പോൾ അങ്ങനെ തന്ന് ഞങ്ങളുടെ ആഭരണം ഇതിന് കൂലിയായിട്ട് കണക്കാക്കുകയാണെങ്കിൽ ഞങ്ങളെ ആഭരണം പറിച്ചതിന് കൂലിയായിട്ട് നിങ്ങൾക്ക് ചിലത് തരാം എന്ന് പറഞ്ഞിട്ട് അതിൽ അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഏറ്റവും പ്രായം ചെന്ന ഒരു സ്ത്രീയെ ഒരു ശിലയാക്കി കാരാറിൻ്റെ നടുക്ക് കൊണ്ട് നിർത്തുക. അതിനുശേഷം ഈ പുഴ അടിയാനെ കഴുത്ത് വെട്ടി പൊതിഞ്ഞു കൊണ്ടുപോയി ഒരു ആൽത്തറയുടെ മുകളിൽ കൊണ്ടുവയ്ക്കുന്നു. ബാക്കി വേണ്ടത് എന്തൊക്കെയെന്ന് വെച്ചാൽ വന്നോളിൻ, മുറവും ഒക്കെ ആയിട്ട് വന്നോളിൻ, മുറവും പാത്രമൊക്കെ ആയിട്ട് വന്നോളാൻ പറഞ്ഞു, എണ്ണം കഴിയുന്ന ആഴിയൊക്കെ ആയിട്ട് വന്നോളാൻ പറഞ്ഞു. അതിൽ പകർന്നു കൊടുത്തു, പഴുത്തു കൊടുത്തു പറയുമ്പോൾ ഒതുക്കി കൊടുത്തു, ഇന്ന ആൾക്കേണ്ടതെന്ന് പറഞ്ഞ് കൃത്യമായിട്ട് കൊടുത്തു. എന്തൊക്കെയാണ് കൊടുക്കുന്നത്? രോഗങ്ങളാണ്, വസൂരി, കണ്ഠമാല, കുതിരപ്പാച്ചിൽ, ഇങ്ങനെയുള്ള രോഗങ്ങളെ ഇവർക്കെല്ലാവർക്കും കൊടുത്തു. അങ്ങനെ കാരാറ് നടുക്ക് ശൂലം കുത്തിയിട്ട് നിന്നപ്പോൾ കാരാറ് വെള്ളം മാറി നിന്നു. താഴെ മണലും കല്ലുമൊക്കെ കാണാറായി. ഉടുത്ത വസ്ത്രം അല്പം പോലും നനയാതെ അങ്ങേക്കരയ്ക്കെത്തി
അങ്ങനെ കടന്നു പോവുകയാണ്. അങ്ങനെ ഒരു ഈ വെള്ളാട്ടിൽ ഈ തോറ്റത്തിൽ അങ്ങനെ ഒരു ഈ പുഴത്തോരത്തിൽ അങ്ങനെ ഒരു ഭാഗമുണ്ട്. ഈ ഈ ശക്തി പ്രകടിപ്പിക്കുന്ന ഭാഗം. അവർ പുറപ്പെട്ടു വരുമ്പോൾ തന്നെ പറയുന്നത് പഴയനാട് ദേവിയെ കൈയിട്ട് തൊഴുത് പോകണം. അതുപോലെ ഭദ്രകാളിയായിട്ട് പടവട്ടണം എന്നൊക്കെ വരുന്ന ഉദ്ദേശം തന്നെ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ്. പല തരത്തിൽ ഒരുങ്ങിയിട്ടാണ് പോകുന്നത്. അങ്ങനെ ഒരുങ്ങി പോകുമ്പോൾ മാങ്കാവിൽ വെച്ചിട്ട് ഈ പഴയനാട് കാവിൻ്റെ കാവക്കാരിയായിട്ടുള്ള പൂങ്കോത കാണുന്നു ഇങ്ങനൊരു ദേവതയുടെ വരവ്. അത് ഭദ്രകാളിയോട് പറയും, ഇങ്ങനെ നിന്നേക്കാൾ അരിപ്പവും ഓമനത്വവും പ്രത്യക്ഷമുള്ള ദൈവമാണ് വരുന്നത്, ഓടാൻ സ്ഥലമുണ്ടെങ്കിൽ ഓടിക്കോ എന്നാണ് വാതിൽ കാക്കുന്ന പൂങ്കോത പറഞ്ഞത്. ഏതായാലും അങ്ങനെ നിന്നില്ല, അവിടെ കയറി ചെന്നപ്പോൾ അവിടെ വാതിൽ കാക്കുന്ന പൂങ്കോത പറഞ്ഞു, ഇവിടെ ഇങ്ങനെ വന്നിട്ടുണ്ട്, എന്തിനാ ഞങ്ങൾ വന്നത് ദേവിയെ കാണാൻ വേണ്ടി മാത്രമാണ്, ദേവി മുഖം കൊടുത്തില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ തൻ്റെ സാന്നിധ്യം അറിയിക്കണ്ടേ, അതുകൊണ്ട് പൂങ്കോതയെ നടുക്ക് വെട്ടി 2 കഷ്ണമാക്കിയിട്ട് തൂണാക്കി നിർത്തിയിട്ടാണ് ഭദ്രകാളിയെ കാണാൻ പോകുന്നത്. അപ്പോൾ ഭദ്രകാളിയെ കാണാൻ പോകുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. ഭദ്രകാളിയുടെ അവിടെ ഗംഭീരമായിട്ടുള്ള ആഘോഷം നടക്കണം. അപ്പം അതിന് ആ സമയത്ത് ഭദ്രകാളി പറയുന്നു, അങ്ങനെ എന്നെ കാണാമെന്ന് പറയുന്നത്, നാളെ എൻ്റെ രാവിലത്തെ ശീവേലിക്ക് വരണം, അത് കാണിച്ചു തരാം. അതിന് അനുവാദം കൊടുക്കുകയാണ്. അനുവാദം കൊടുക്കുമ്പോൾ അവർ വരുമ്പോൾ ആ ഭാഗം നമ്മളൊന്ന് വിസ്തരിച്ച് നോക്കിയിരിക്കും. ഒരു ഭാഗം ഉച്ചക്കലത്തെ ശീവേലി തിരുവാരാധന കാലമാകുമ്പോൾ 4 ഗോപുരവാതിക്കലും 4 പീഠവും ചുവപ്പും വളം കണ്ണാടിയും വെച്ച് കിഴക്കിനിയാം ഗോപുരവാതികൾ 7 ചെങ്കോഴിയെ കുളിപ്പിച്ച് നിർത്തുന്നു. തെക്കിനിയാം ഗോപുരവാതികൾ 7 കാളക്കുളമ്പൻ തിരുവൂരാടത്തെ കുളിപ്പിച്ച് നിർത്തുന്നു. പടിഞ്ഞാറ്റിയാം ഗോപുരവാതിക്കൽ 7 കിടാരിപ്പോത്തിനെ കുളിപ്പിച്ച് നിർത്തുന്നു. വടക്കിനിയാം ഗോപുരവാതിക്കൽ 7 മുല വരാത്ത ശ്രീകന്യമാരെ കുളിപ്പിച്ച് നിർത്തുന്നു. അകമതിലിൽ അങ്കുലിയാങ്കൂത്ത് കഴിഞ്ഞ് പുറമതിലിൽ തിരുവിളയാട്ടത്തിന് കാലമാകുമ്പോൾ ഭഗവതിപുര കുളമിഴിഞ്ഞ് വെള്ളനെ തേച്ച് മെയ്വിളക്കത്തെ കുളിപ്പിച്ച് 1 മുളം ചുവപ്പ് കൊണ്ടുകൊടുത്ത് 2 മുളം ചുവപ്പ് കൊണ്ട് മുദ്രകെട്ടി പള്ളിവാള് എണ്ണ വലങ്കയിൽ ചോറിനുംപട്ടിയിൽ ചോറിട്ട് പൂവിടുംപട്ടിയിൽ പൂവിട്ട് തട്ടിക്കൊട്ടി വലമിട്ട് കിഴക്കിനിയാം വാതുക്കൽ ചെന്ന് 7 മസ്തക നടന്ന് കോഴിയെ കഴുത്തറുത്ത് നിലം കളഞ്ഞ് പണ്ടം കൊണ്ട് വെലി തൂകി തട്ടിക്കൊട്ടി വലമിട്ട് തെക്കിനിയാം വാതുക്കൽ ചെന്ന് 7 മസ്തക നടന്ന് കോഴിയെ കഴുത്തറുത്ത് നിലം കളഞ്ഞ് പണ്ടം കൊണ്ട് വെലി തൂകി തട്ടിക്കൊട്ടി വലമിട്ട് തെക്കിനിയാം വാതുക്കൽ ചെന്ന് 7 കാളക്കൊമ്പൻ തിരുവൂരാടത്തെ തെടകൊത്തി നിലം കളഞ്ഞ് പണ്ടം കൊണ്ട് വെലി തൂകി തട്ടിക്കൊട്ടി വലമിട്ട് പടിഞ്ഞാറ്റിയാം ഗോപുരവാതിക്കൽ ചെന്ന് 7 കിടാരിപ്പോത്തിൻ്റെ കഴുത്തറുത്ത് നിലം കളഞ്ഞ് പണ്ടം കൊണ്ട് വെലി തൂകി തട്ടിക്കൊട്ടി വലമിട്ട് വടക്കിനിയാം ഗോപുരവാതിക്കൽ ചെന്ന് 7 മുലവരാത്ത ശ്രീകന്യകമാരെ കതിർമുല അരിഞ്ഞ് നിലം കളഞ്ഞ് പണ്ടം കൊണ്ട് വെലി തൂകി നെല്ലാടിക്കുന്നു നെല്ലു തൂകുന്നു പൊന്നിടിക്കുന്നു പൊൻതൂകുന്നു പിള്ളറും കൊണ്ടറിയും ആ ഭഗവതിയുടെ വടക്കും വാതിക്കൽ ചെമ്പ് കിടാരം പതിക്കുന്നു, ഇരുമ്പ് കിടാരം പതിക്കുന്നു. ചെമ്പ് കിടാരത്തിലും ഇരുമ്പ് കിടാരത്തിലും നിറഞ്ഞൊഴുകിയൊരു ചോര നിറമാങ്കിരു കണ്ടു ഒരു നേരത്ത് കൂടെ കുടിക്കുന്ന ഭഗവതി, മധുമതെ ഏമ്പളധ്വനി ഇടുന്ന ഭഗവതി. അര ശിവ അരിയോര് വേഗം നടന്നു കണ്ടു, കൊടിയോര് 3/4 വട്ടം നടന്നു കണ്ടു. ഇത്ര ധന്യദാനവും പ്രത്യക്ഷവും
ആയൊരു ഭഗവതിയെ ഭദ്രകാളിയും എങ്ങനെ ഒരേയിടത്ത് കണ്ടതുമില്ല. ഇത് നമ്മുടെ വെലവീര്യം ഭദ്രകാളിക്ക് അല്പം കാട്ടണമെന്ന് ചൊല്ലിക്കൊട്ടുമാരായരെ കൊട്ടാതെ ഇരിക്കുന്നു. വിളിക്കുമാരാര് വിളിക്കാതെ ഇരിക്കുന്നു. വെവട കുത്തും പെരുതാശിമാർ കുത്താതെ ഇരിക്കുന്നു. ആനവേല കുതിരവേല ഇളകി നടക്കുന്നില്ല. ആരും നമ്മുടെ ഉച്ചക്കലെ തിരുവാരാധന കണ്ട് നടന്നത് ഇന്നലെ വന്ന തെയ്യ തിരുമാര് പോയാലോ ഒഴിഞ്ഞാലോ. ഈ ഭാഗം ആണ് ഒരു ഉച്ചശീവേലിയുടെ ബലിയുടെ കഥയാണ് ഇവിടെ പറഞ്ഞത്. ഈ ബലി അത്രയധികം ശക്തിയായിട്ടുള്ള ഒരു ബലി, ഇത് ഈ എങ്ങനെയാണെങ്കിൽ അവർ പോയിട്ടില്ലെങ്കിൽ അവർക്ക് ഇത് കൊടുക്കുക. 30,000 മുടിക്കോലവും 65 വേവും ചോപ്പും ഓലവട്ടിയും ആളുമടിയാരും കുഴിക്കാണവും ഒറ്റപ്പടവും മുറിച്ചോപ്പും മഞ്ഞപ്പൊടിയും പാലക്കാട്ട് കരിങ്കാളിക്കുള്ളൂ എന്ന പേർ കൊള്ളുന്നു. ഭഗവതിക്ക് അനുവാദം കൊടുക്കുക. അതും പോരാ, ചെങ്ങാതം എഴുതിച്ച ഭഗവതിയെ കൈതൊഴുത്ത് കിഴക്ക് കൽപ്പട ഓതിരം തള്ളിക്കളഞ്ഞ് കൊടുവല്ലി ഒകാരം കൈവട്ട കൈയുടെ ചുറ്റുമാടം നടന്ന് കല്ലായി പാലം കിടന്ന് കരുവാരം തിരുത്തി കിടന്ന് വെപ്പൂരണി നഗരം കിടന്ന് വെള്ളപുരത്ത് ഉലഞ്ചേർ കിടന്ന് ബലം വെച്ച് ചാലിയത്തെ മുല്ലിങ്കല്ലിൽ ചെല്ലും ചെമ്പടിക്കെട്ടും ചണ്ടകളും പള്ളി കുറിപ്പായിട്ട് അങ്ങനെ പോവുകയാണ്. അവിടെ നിന്ന് ഇത് കണ്ടിട്ട് ഈ ബലി അതിനുശേഷം ഇവരെ സ്വീകരിക്കുന്ന സമയത്ത് ഇവർക്ക് കാച്ചിയ മീൻ കോമല കൊടുക്കുക, ഈ ആട്ടുമാംസം കൊടുക്കുക, 100 പാത്രം 100 കുട്ടയിൽ നരമാംസം കൊടുക്കുക എന്നൊക്കെ കൽപ്പിച്ചു ഭദ്രകാളി. അപ്പോൾ കരിങ്കാളി പറഞ്ഞു, ഇതൊന്നും എനിക്ക് ചേരില്ല, അത് നിനക്ക് തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് സ്വീകരിച്ചു പോകുന്നത്. പക്ഷെ അവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ കരിങ്കാളിയുടെ കൽപ്പന പ്രകാരം ഏറനാട്ടിലേക്ക് പോകാനുള്ള അനുവാദവും അവിടെ ചെന്ന് താമസിക്കാനുള്ള അനുവാദവുമൊക്കെ വെള്ളനാട് ഭദ്രകാളി കൊടുക്കുന്നു. അങ്ങനെ അവർ അവിടേക്ക് പോകുന്നു. അതിനുശേഷം വരുന്ന തോറ്റം. ആ തോറ്റത്തിൽ ചാലിയത്തെ പാട്ട് ആ ഭാഗത്താണ്. ഒരു പ്രത്യേകമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെയാണ് കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഏറനാടിൻ്റെ ഒരു സാമൂഹിക ചിത്രം ഈ സമയത്താണ് കിട്ടുന്നത്. എന്നുവെച്ചാൽ ഏറനാടിലെ ആളുകൾ എങ്ങനെയുള്ളവരാണ്. രാജാവിനെ കുറിച്ച് പറയും, രാജാവിൻ്റെ അടുക്കളയെക്കുറിച്ച് സൂചനയില്ല. പടനായകന്മാരെ കുറിച്ച് പറയും, അടുക്കളയെക്കുറിച്ച് സൂചനയില്ല. വീട്ടിനകത്ത് സ്ത്രീകളെക്കുറിച്ച് ഒരാളെ പറ്റിയും അതിന് സൂചനയില്ല. ഒരു ചൂഴിയേരി എത്തിയാരെക്കുറിച്ച് മാത്രമാണ് കാര്യമായിട്ട് പറയുന്ന ഒരു കാര്യമുള്ളൂ. ഈ കരുത്ത് ബോധ്യപ്പെടുത്തുക എന്നുള്ളത് തന്നെ ഇവിടുത്തെയും കാര്യം. ഈ ആരുടെ കരുത്ത്? രാജാക്കന്മാരുടെ, പടനായന്മാരുടെ കരുത്ത്. ഈ പടനായന്മാരുടെ കരുത്ത് ഈ ഏറനാട്ടിൽ പടനായന്മാർ അവരുടെ കീഴിലുള്ള പടയാളികൾ അവരുടെ കരുത്തൊക്കെ കാണിക്കാനുള്ള ഒരേർപ്പാടായിട്ടാണ് ഈ ചാലിയത്തെ പാട്ട് എന്ന് പറയുന്ന വലിയ തെറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഇവർ പാർക്കടലാടി കുളിക്കാൻ ഈ വെള്ളിമാങ്കുന്നത് വന്നിട്ട് പാർക്കടലാടി കുളിക്കാൻ ചാലിയത്തേക്ക് വരികയാണ്. പാർക്കടലായി കുളിക്കുമ്പോൾ ഒരു വെറുതെ കുളിക്കാൻ വരികയല്ല, ഒന്ന് ഒരുങ്ങി മുഹൂർത്തമൊക്കെ നോക്കിയിട്ടാണ് വരുന്നത്. ഒന്ന് മുഹൂർത്തം നോക്കുമ്പോൾ ആ മുഹൂർത്തം നോക്കാൻ ജ്യോതിഷക്കാരെ വിളിക്കുന്നു. അങ്ങോട്ട് അവിടെ പോകാനുള്ള ആഭരണങ്ങൾ അഴിയാൻ തട്ടാനെ വിളിക്കുന്നു. ഇതെല്ലാം ഒരുക്കി വലിയൊരു ആഘോഷമായിട്ടൊരു യാത്രയാണ് ഇത്. ഇന്ത്യയിലെ പാരമ്പര്യത്തിൽ മുഴുവൻ ഈ ഒരു സാധനമുണ്ട്. ഈ പാരമ്പര്യം ഈ കുളിക്കാൻ പോലും എന്ന് വെച്ചാൽ യുദ്ധം ജയിച്ചാൽ കുളിക്കാം, തോറ്റാൽ കുളിക്കും,
വീട്ടിൽ സന്തതി ഉണ്ടായാൽ കുളിക്കും, വീട്ടിൽ മരണം ഉണ്ടായാൽ കുളിക്കും, കല്യാണം ഉണ്ടായാൽ കുളിക്കും. ഈ കുളി ആഘോഷപരമായിട്ടുള്ള കുളി, ചടങ്ങിൻ്റെ കൂടി ഭാഗമാകുന്ന ഒരു കാര്യം ഇതിനിടയ്ക്ക് സൂചിപ്പിക്കും. നമ്മുടെ പ്രത്യേകിച്ചും ഏറനാട്ടുകാരുടെ കുളിയെക്കുറിച്ച് പ്രത്യേകിച്ചും പറയുന്നുണ്ട്. അത് ഈ ചാലിയത്തെ പഠനത്തിന് ശേഷമാണ്. അവിടെ പോകുമ്പോൾ ഇവർ രാജാക്കന്മാർ എങ്ങനെയൊക്കെ രാജാക്കന്മാർ എന്ന് വെച്ചാൽ രാജാക്കന്മാർ സ്ഥലം വാഴുന്ന പടനായന്മാരാണ് അവിടെ രാജാവായിട്ട് അഭിനയിക്കുന്ന ആളുകൾ. എന്ന് വെച്ചാൽ അവർക്ക് അധികാരമുണ്ട്. ആ തോറ്റത്തിൽ അവർ ഈ ചാലിയത്തേക്ക് വരുന്ന വരവിൽ രാവണനാട്ടുകാർ വഴി വരുന്നുണ്ട്. കോട്ടപ്പുറം ആണ് കൊട്ടപ്പുറം. നമ്മുടെ ഈ പറയുന്ന കൊട്ടപ്പുറമാണ്. ആ വഴിക്കാണ് വരുന്നത് കൊട്ടപ്പുറം. അപ്പോൾ രാമനാട്ടുകരയ്ക്ക് ആയിരിക്കാൻ പറയുന്നത് തോന്നും. രാമനാട്ടുകര മഹാജനം ഇങ്ങനെ ഒരു ആളുകളുടെ വരവിനെക്കുറിച്ച് പറയുന്നു. വെള്ളാട്ടിൻ്റെ തുരത്തിലാണ്. കുന്നത്ത് ചെങ്ങണ പൂത്ത പോലെ വിൽക്കുടുമി, വില്ലൻ്റെ കുടുമി, തലക്കുടുമിയല്ല, വിൽക്കുടുമി, കരിയാനപ്പുറം പോലെ കരിമ്പലിശ, മഞ്ചാടിക്കുരുനില പോലെ കാവിപ്പലിശ, അങ്ങനെയുള്ള ആയുധവും ആയിട്ട് ഓമനത്വവും ഒരുമ്പാടും കണ്ടാൽ ഏറനാട്ടുകാർ മഹാജനമെന്നും തോന്നും. പാടിയത് ഇവരെക്കുറിച്ച് പറയുന്നത്, പാടിയതിന് പടിയിട്ട് പാടും, മൂളിയതിന് മൂലം ചൊല്ലും, പറഞ്ഞതിന് അംഗം വാഴിക്കും. ഇങ്ങനത്തെ ആളുകളാണ് ഏറനാട്ടുകാരെന്ന്, അങ്ങനത്തെ ഒരു ഏറനാട്ടുകാരാണ് വരുന്നതെന്ന് ഈ രാവണനാട്ടുകാരുള്ള ആളുകൾ മനസ്സിലാക്കും. അപ്പോൾ ഏറനാട്ടുകാരുടെ പ്രത്യേകത ഇതൊക്കെയാണ് എന്ന് പ്രത്യേകിച്ച് പറഞ്ഞു. അപ്പോൾ അവർ അവിടെ യുദ്ധം ചാലിയത്ത് കുളിക്കാൻ പോകുമ്പോൾ തന്നെ തങ്ങളുടെ ആയുധവും അതുപോലെ തന്നെ തങ്ങളുടെ പ്രതാപവും കാണിച്ചുകൊണ്ട് വസ്ത്രവും അതുപോലെ ആഭരണവും അണിഞ്ഞുകൊണ്ടാണ് പോകുന്നത്. കൂട്ടത്തിൽ ഈ ചൂഴിയേരി നേത്തിയാരെയും കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ചൂഴിയേരി നേത്തിയാരെ കൂട്ടിക്കൊണ്ടുപോകാനുള്ള കാരണം, ചൂഴിയേരി നേത്തിയാർ അവിടെ ഒരു സാന്നിധ്യം ആവശ്യമുണ്ട്. ഈ പന്തലാഞ്ചേരി പടനായരുടെ ഒരു സഹോദരിയൊക്കെയാണ്. അപ്പം എങ്ങനെയെന്ന് വെച്ചാൽ ഇതിനൊരു ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഈ പ്രദേശത്തുള്ള ഈ വന്ന ആളുകളൊക്കെ മിക്കവാറും മരുമക്കത്തായം എന്ന് പറയുന്ന സിസ്റ്റത്തിൽ എന്ന വ്യവസ്ഥയിൽ ജീവിക്കുന്ന ആളുകളാണ്. അത് ഇവിടെ ഈ പുളിയക്കോട് നായരമ്മാവൻ, അതേപോലെ അങ്ങനെ പല നായരമ്മാവന്മാരെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ സാമൂഹ്യ വ്യവസ്ഥയിൽ പറയുമ്പോഴും മരുമക്കത്തായ വ്യവസ്ഥയിൽ ഉള്ളവരാണ് ഇവർ. അതുമാത്രമല്ല, മൊത്തം പരിശോധിക്കുമ്പോൾ ഈ നായർ സമൂഹത്തിൻ്റെ ഒരു കേന്ദ്രമാണ്, ശക്തമായ കേന്ദ്രമാണ് ഈ പ്രദേശം. എന്ന് വെച്ചാൽ ദേശം അരീക്കോട്, കാവനൂർ, അങ്ങനെയുള്ള കുറേ പ്രദേശങ്ങളുണ്ട്. ഇവിടെയൊക്കെ സ്ഥലം ഏകദേശം 52ഓളം നായർ ഭവനങ്ങളുണ്ട് ഈ പടനായർ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. കിരിയത്തിലെ നായന്മാർ ഇവർ തോറ്റത്ത് പറയുന്നത് 5 കിരിയത്തിൽ കോവിൽ കമ്മന്മാരും എന്ന് പറയുമ്പോൾ 5 കിരിയത്തിലെ തറവാട്ടിലുള്ള കിരിയത്തിലെ നായർ ആണ് രാജാക്കന്മാരുടെ സേവകന്മാരായിട്ട് വരിക. കിരിയത്തിലെ നായനാണ്. ഈ മഞ്ചലെടുക്കുന്നത് വള്ളിച്ച നായർ. അതൊക്കെ ഓരോരുത്തർക്ക് അതിൻ്റെ ഒരു വ്യവസ്ഥയുണ്ട്. ഇവർ ഈ രാജാവിൻ്റെ സേനാനികളിൽ പ്രധാനപ്പെട്ട ആളുകളായിരിക്കും ഈ കിരിയത്തിൽ നായന്മാർ. അപ്പോൾ ആ ആളുകളുടെ കാര്യമാണ് ഈ പറയുന്നത്. അവരുടെ വരവ് കണ്ടാൽ ഓമനത്വവും ഒരുമ്പാടും കണ്ടാൽ ഏറനാട്ടുകാർ മഹാജനമെന്നും തോന്നും. ഇതുവരെയൊക്കെ നടന്നു വരികയാണ്. വരുന്ന വഴിയെ പറ്റിയൊക്കെ പറയുന്നത്. ഇവർ കണ്ടാൽ ഇത് ഏറനാട്ടുകാർ മഹാജനം. ഈ ജനം എന്ന വാക്കിന് തോറ്റത്തിൽ ഉപയോഗിക്കുന്നത്, വെളിച്ചപ്പാട് പറയാൻ ഉപയോഗിക്കുന്നതൊക്കെ ഈ വാക്ക് പടയാളികൾ എന്ന അർത്ഥത്തിലാണ്, സാധാരണ മനുഷ്യരല്ല.
ചെറു മനുഷ്യർ അത് വേറെയാണ്. ജനം എന്ന് പറഞ്ഞാൽ പടയാളികളാണ്. എൻ്റെ ജനം എന്നാണ് പലപ്പോഴും കൽപ്പനകൾ പറയും. അപ്പോൾ ഏറനാട്ടുകാർ മഹാജനം എന്ന് തോന്നും. അവരുടെ സ്വഭാവം എന്താണ്? പാടിയതിന് പടിയിട്ട് പാടും, മൂളിയതിന് മൂലം ചൊല്ലും, പറഞ്ഞതിന് അംഗം വാഴിക്കും. അംഗം വാഴിക്കും എന്ന് പറഞ്ഞാൽ വായിക്കും, അംഗവായന വായിക്കും എന്നാണ്. ഈ തോറ്റക്കാരൻ്റെ തോറ്റം ചൊല്ലുന്ന ആളുടെ ഉച്ചാരണത്തെ ഏൽക്കുമായിരിക്കും അത്. അപ്പോൾ ഈ ചൂഴിയേരി നേത്തിയായിരുന്നു. ഈ ഒരു ദിവസം ഇവരുന്ന് ഈ 3-4 ദിവസം തുടർച്ചയായിട്ട് കടൽ മുങ്ങി കുളിച്ചിട്ട് നമുക്ക് കയ്യും മെയ്യും നോവുന്നു. അതുകൊണ്ട് നമുക്ക് കുറച്ച് നല്ല വെള്ളത്തിൽ കുളിക്കാം, ഉപ്പ് വെള്ളത്തിലില്ലാത്ത ശുദ്ധവെള്ളത്തിൽ കുളിക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു പുഴയുടെ ഒരു കുളത്തിലിറങ്ങി കുളിക്കുക. ഈ കുളിക്കുന്ന സമയത്തൊക്കെ ഈ എണ്ണയും കാര്യങ്ങളും അതൊക്കെ അങ്ങനെയൊക്കെ തന്നെ. ഇത്ര അടിക്ക് നാനാഴിയും നടുവിന് ഒന്നായി എന്നൊക്കെ പറഞ്ഞ കണക്കുണ്ടല്ലോ. ആ കണക്കൊക്കെ തന്നെ കുളിക്കുന്നവർക്കൊക്കെ അതൊക്കെ തന്നെ. അതുപോലെ ഒരു വ്യത്യാസം മാത്രം, എല്ലാവരും കുറച്ച് സ്ത്രീകളാരൊക്കെ ഉണ്ടെന്ന് പറയുന്നു. പക്ഷേ ആരെപ്പറ്റി അങ്ങനെ പേരൊന്നും പറഞ്ഞില്ല. സ്ത്രീകളൊക്കെ കുളിക്കുമ്പോൾ ഒരു മഞ്ഞൾ കൊണ്ടുവന്നിട്ടുണ്ട്. വിശിഷ്ടമായ മഞ്ഞളാണ്. ഇപ്പം എല്ലാവരും കുളിക്കുന്ന കുളത്തിലല്ല ഈ ചൂഴിയേരി നെയ്ത്തിയാർ കുളിച്ചു. വേറൊരു കുണ്ടംകുളത്തിൽ കുളിക്കുന്നു. അവിടെ നല്ല ഇലമാന്തൻ മഞ്ഞൾ എന്ന് പറയുന്ന മഞ്ഞൾ എടുത്തിട്ട് അരച്ചിട്ട് മേലാകെ പൂശുന്നു. മേലാകെ പൂശുമ്പോൾ അത് കറുത്തു പോകുന്നു. ശരീരം മുഴുവൻ കറുത്തു പോകുന്നു. എങ്ങനെ കറുത്താലും ശരി, ഞാനിത് തേച്ചിട്ടേ കുളിക്കൂ എന്ന് പറഞ്ഞിട്ട് ഇത് ഇങ്ങനൊരു അപകടത്തിനെക്കുറിച്ച് ഈ പന്തലാഞ്ചേരി പടനായർ അറിയുന്നു. അപ്പം അത് അവരിൽ ആ സമയത്ത് കരിങ്കാളി ആവേശിച്ചിട്ട് പറയുന്നു, ചൂഴിയേരി നേത്തിയർക്ക് ചെറുകാളി എന്ന പേര്, എനിക്ക് പേര് കരിങ്കാളി എന്നാണ്. ചൂഴിയേരി നേത്തിയ തന്നെ ഇങ്ങനെ നായരോട് പറയാണ്. അപ്പോൾ ആ ആളെ തിരിച്ചു വരുമ്പോൾ പന്തലാഞ്ചേരി നായരുടെ മഞ്ചലിൽ കരിങ്കാളിയെ വെച്ച് കൊണ്ടുവരണം. പന്തലിൽ കരിങ്കാളിയെ വെച്ച് കൊണ്ടുവരണം എന്ന് പറയുമ്പോൾ ഈ കൂട്ടത്തിൽ പന്തലാഞ്ചേരി നായരാണ് തനിക്ക് കയറി പോകാവുന്ന പഞ്ചലിൻ്റെ ഉടമ എന്ന് നേരത്തെ ആലോചിച്ച് തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ ആലോചിച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് കയറുന്നത്. അങ്ങനെ വെച്ച് കയറി മഞ്ചലിൽ കയറിയിട്ട് പോരുന്നു. അതിനുശേഷം ഈ പന്തലാഞ്ചേരി നായർ പോകുമ്പോൾ വഴിക്ക് വട്ടം ചൂതും പൊരുതും കളിച്ച് വളരെ നേരം വൈകിട്ടാണ് വരുന്നത്. അപ്പോൾ നായർ വരാതിരുന്നതിൻ്റെ പ്രശ്നം അവിടെയാണ്. ഈ നായരിലേക്ക്, ഈ നായരുടെ തറവാട്ടിലേക്ക് കരിങ്കാളി കയറി ഈ താമന്ന തൻ്റെ സാന്നിധ്യം അവിടെ അറിയിക്കുകയും അങ്ങനെ ഈ പന്തലാഞ്ചേരി നായർക്ക് വന്ന ഗുരുവിനെ ചികിത്സിക്കാൻ വേണ്ടി വന്ന ആൾ തോറ്റുപോവുകയും ചെയ്യുമ്പോൾ അതിനു വേണ്ടി ഒരു ചെമ്മലപ്പുറൻ മെഴിയടിയാൻ ഒരു പ്രശ്നമൊക്കെ വെച്ച് നോക്കിയിട്ട് ഇങ്ങനൊരു സ്ത്രീയെ, ഇങ്ങനൊരു കരിങ്കാളിയെ കൂട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ കോപമാണ്. അപ്പോൾ അത് തീരാൻ വേണ്ടി എന്ത് ചെയ്യണം? ഒരു തോറ്റവും കെട്ടി തറ കെട്ടണം. തറ ഒരു കോലം വേണം, തോറ്റവും വേണം. അപ്പോൾ അവിടെ പറയുന്നത് അടിയത്തിന് ഈ കോലം എങ്ങനെയാണെന്നറിയില്ല, ഇതിന് തോറ്റവും അറിയില്ല. ഉപയോഗിക്കുന്ന വാക്ക് പലപ്പോഴും തിറ എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഈ കരിങ്കാളി തിറങ്ങി തിറ എന്നുള്ളൊരു വാക്ക് ഒരു പ്രധാനമായിട്ട് പറയുമ്പോൾ ഇതിന് നമ്മുടെ ഭദ്രകാളി പാട്ടുകളിൽ, അത് ദാരികവധം പാട്ടിൽ ദാരികൻ എല്ലാവരെയും അടക്കി വരുമ്പോൾ ഓരോ ദൈവത്തെക്കുറിച്ച് പറയാം. അവനിവിടെ വന്നില്ല, കള്ളൻ, അവൻ്റെ കാറ്റച്ചെടിയും ഇതൊക്കെ ഞാൻ വെട്ടിക്കളയും എന്നൊക്കെ പറഞ്ഞ് ശിവനെ കുറിച്ചൊക്കെ പറയും. അങ്ങനെ പറയുമ്പോൾ
അവരൊന്നും ഇവിടെ വന്നില്ല, എനിക്കൊരു തറ തന്നതുമില്ല. ബ്രഹ്മാവ് വന്നില്ല, എനിക്കൊരു തറ തന്നില്ല. വിഷ്ണു വന്നില്ല, എനിക്കൊരു തറ തന്നില്ല. ഈ തറ എന്ന വാക്ക് ഒരു തരത്തിൽ നികുതി എന്ന അർത്ഥത്തിലോ എന്തെങ്കിലും അവകാശ പണം എന്ന തരത്തിലോ ആയിരിക്കണം ഉപയോഗിച്ചിട്ടുണ്ടാവുക. അതാണ് പിന്നെ ഈ തിറ ഒരു അവകാശം, ഒരു അടിയന്തരം എന്നൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ടാവും. അങ്ങനെ ഒരു തിറ എന്നൊരു വാക്കിനെക്കുറിച്ച് അങ്ങനെ ചോദിക്കാം. അപ്പം ഇങ്ങനെ ഈ പന്തലാഞ്ചേരി തോറ്റം ഉണ്ടാവുന്നു. ആ തോറ്റത്തിൻ്റെ പരവ് അങ്ങനെയാണ്. ആ തോറ്റത്തിൻ്റെ അതേ ഘടന തന്നെയാണ് പിന്നീട് മുണ്ടക്കലുള്ള തോറ്റം. മുണ്ടക്കലുള്ള തോറ്റവും ഇത് തന്നെയാണ്. പന്തലാഞ്ചേരി ഉണ്ടായ അതേ തറയുടെ അതേ സ്വഭാവത്തോടു കൂടി ഒന്ന് വേണം ഇവിടെ നിന്ന് മുണ്ടക്കൽ തോറ്റം അങ്ങനെ തന്നെയാണ്. അങ്ങനെ തന്നെ ഉണ്ടാകുന്നു. ആ തുടക്കത്തിന് മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ. പിന്നെ അതിനുശേഷം ഈ പാടുമ്പോൾ തോറ്റം പാടുമ്പോൾ മലയോടെ കടലോടെ കന്യാതീർത്ഥത്തോടെയുള്ള തോറ്റം ചൊല്ലിക്കൊണ്ട് വയ്ക്കുന്നു. ചെമ്മലപ്പുറവനും കുളക്കാട്ട് ചെറിയനും, അങ്ങനെ ഒരു രണ്ടാളുകളെ കുറിച്ച് പറയുന്നു. അപ്പോൾ ഈ ചെമ്മലപ്പുറവൻ മെയ്യടിയാൻ എന്ന് പറയുന്ന ആൾ പെരുവണ്ണാനാണ്. കുളക്കാട്ട് ചെറിയൻ ചുരുങ്ങിയത് തറയ്ക്ക് രണ്ടാളെങ്കിലും വേണം കുട്ടിപ്പാടാൻ എന്നാണ് നിയമം. അതാണ് കുളക്കാട്ട് ചെറിയൻ എന്ന് പറയുന്ന ആൾ. ഈ ചെമ്മലപ്പുറവൻ എന്ന് പറയുന്നത് പുറം അടിയ മെയ്യടിയ എന്ന് പറയുന്ന ആ കുടുംബം അരിക്കോട് നിന്നും എടവണ്ണപ്പാറയ്ക്കും ഇടയിൽ ഒരു തച്ചെണ്ണ എന്ന സ്ഥലത്താണ് ഈ ചെമ്മലപ്പുറവാൻ്റെ സ്ഥലം, കുടുംബം അവിടെയാണ്. മറ്റത് ഏതാണ്ട് കൊണ്ടോട്ടിക്കടുത്തുള്ളൊരു സ്ഥലമാണ് കണക്കാട്ട് എന്ന അവരുടെ കുടുംബം. അപ്പോൾ ഈ രണ്ട് കുടുംബക്കാരാണ് ഇപ്പോഴും ഈ തറകൾ പാടുന്നത്. ഇപ്പോഴും ആ കുടുംബത്തിൽപ്പെട്ട ആളുകളാണ് പലരും കളിക്കുന്നതോ പാടുന്നതായിട്ടുള്ളവർ. കുളമ്പലത്തുകാർ ആണ് തെയ്യം തറ കെട്ടുന്ന ആൾ. ഇടയ്ക്ക് പറഞ്ഞു മാത്രം. ഇതിൻ്റെ തോറ്റം പാട്ടുകളുടെ ഭാഷയൊന്ന് പരിശോധിക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം, ഇതിലെ ഭാഷ, നാടൻ പാട്ടുകളുടെ ഭാഷയെക്കുറിച്ച് പഠിക്കുന്നത് വളരെ പ്രശ്നം ഉണ്ടാക്കുന്നു. എന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിൽ തന്നെ പറയുന്ന ചേരമാൻ സ്വരൂപത്തിൽ നിന്ന് കൽപ്പിച്ച തോണി, ചേരമാൻ സ്വരൂപത്തിൽ നിന്ന് കൽപ്പിച്ച തോണി എന്ന് പറയുന്നത് ചേരമാൻ പെരുമാളുടെ കാലം ആയിരിക്കണം. തിരുവഞ്ചിക്കുളോ മഹാദേവപുരോ ഒക്കെ ചേരന്മാരുടെ രാജ്യം ഉണ്ടായിരുന്ന കാലത്തെ ഭരണത്തെക്കുറിച്ചൊക്കെ ആയിരിക്കണം പറയുന്നത്. പക്ഷേ ഈ തോറ്റത്തിന് ഒരു ഭാഷ പോലും ഒരു തരത്തിൽ പോലും പ്രാചീനമായിട്ടുള്ള ഭാഷയുടെ ഒരു സ്വഭാവം കാണിക്കുന്നില്ല. എപ്പോഴും ഈ നാടൻ പാട്ടുകൾക്കുള്ള ഒരു പ്രത്യേകത പഠിക്കുമ്പോൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും അതിൻ്റെ ഭാഷ കുറെ കൂടി കറണ്ട് എന്ന് വെച്ചാൽ അതത് കാലത്തെ ആയിരിക്കും. ചില ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ ഒരു തരത്തിൽ കുറച്ച് പഴയ വാക്കുകളോ പദങ്ങളോ സന്ദർഭങ്ങളോ എടുക്കുകയും മറ്റത് ഒരു തരത്തിലുള്ള നവപ്രവർത്തനം, ഒരു ഇന്നോവേഷനോ ഒക്കെ സംഭവിച്ചിട്ടുണ്ടാകുന്ന ഒരു ഭാഷയെ പോലെ തന്നെ അങ്ങനെ ഒരു ഇന്നോവേഷൻ ഈ പാട്ടുകൾക്കും സംഭവിക്കും. തമിഴ് ശബ്ദങ്ങളുണ്ടാകും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ വാഴയിൽ വലിയ മുത്തപ്പൻ്റെ തോറ്റംപാട്ട് കണ്ടതാണ്. ഒരു കള്ള് കുടിക്കാൻ ഷാപ്പിൽ കയറി കള്ള് കുടിച്ചു വന്നു, ഷാപ്പിൽ കയറി കുടിച്ചു പോകുന്നു. ഷാപ്പ് എന്ന് പറയുന്ന ഷോപ്പ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് വാക്കാണെന്നും കൂടി ഓർക്കുക. അതും കൂടി മുത്തപ്പൻ്റെ തോറ്റത്തിൽ അല്ലെങ്കിൽ നാടൻ പാട്ട് അങ്ങനെ തോറ്റങ്ങളിൽ കടന്നു വരും. അപ്പോൾ ഇത് ഈ ഭാഷ യഥാർത്ഥത്തിൽ ആ കാലത്തെ പ്രതിനിധീകരിക്കുന്നില്ല, എന്നാൽ ഈ കാലത്തെയും പ്രതിനിധീകരിക്കുന്നില്ല. ഏറ്റവും പുതിയതുമല്ല, ഏറ്റവും പഴയതുമല്ല, അതിൻ്റെ ഇടയിൽ കിടക്കുന്ന ഒരു തരത്തിലുള്ള ഭാഷയാണ്. പക്ഷേ പലപ്പോഴും ഇതിൻ്റെ ഭാഷാ സ്വരൂപം ആധുനിക എന്ന് വെച്ചാൽ നമ്മുടെ ഭാഷ തമിഴിൽ നിന്ന് മലയാളം ആയിട്ട് പരിണമിക്കുമ്പോൾ നമ്മുടെ ഉണ്ടായിട്ടുള്ള ഈ ആദർ നായങ്ങളെക്കുറിച്ച് പറയാറുണ്ട്. നാസികാദി പരിസരം, അലവേദേശം, അതുപോലെ
അതുപോലെയുള്ള 6 നയങ്ങൾ, നാസികാദി പ്രസവം തുടങ്ങിയുള്ള 6 നയങ്ങളുണ്ട്. അറബിയദേശം, കിരോപസംഗ്രഹം, നാസികാദി ഇങ്ങനെയൊക്കെയുള്ള കുറേ നയങ്ങളുണ്ട്. ഭാഷാശാസ്ത്രകാരന്മാർ പറയാറുണ്ട്. ആ നയങ്ങളൊക്കെ പ്രവർത്തിച്ചു കാണും. എന്നാൽ ഭാഷ പഴയതുമാണ്. എന്ന് വെച്ചാൽ ഭാഷ എന്ന് വെച്ചാൽ കാലം പഴയതുമാണ്. അങ്ങനെ ഒരു കൃത്യമായിട്ട് ഇന്നത് ഇന്ന ഭാഷയാണെന്ന് ഉപയോഗിക്കുന്നത് പറയാൻ ലേശം ബുദ്ധിമുട്ടുണ്ട്. മറ്റൊരു കാര്യം ഇവിടെ സൂചിപ്പിക്കാനുള്ളത്, ഈ തോറ്റംപാട്ടുകളിൽ ഉള്ള ഈ ഭാഷയെക്കുറിച്ചും തോറ്റംപാട്ടുകളുടെയും ഈ നമ്മുടെ കരിങ്കാളി തോറ്റത്തിൻ്റെ സാമൂഹിക ചിത്രം നേരത്തെ പറഞ്ഞു. അടുക്കള അറിയുന്നില്ല, അടുക്കള എവിടെയാണെന്ന് അറിയുന്നില്ല, അടുക്കളയെ പറ്റി ഒന്നും അറിയുന്നില്ല. ഈ നായർക്ക് കഞ്ഞി ഉണ്ടാവട്ടെ എന്ന് പറയുന്നു, കഞ്ഞി വരുന്നു. ഉപ്പേരി ഉണ്ടാവട്ടെ, ഉപ്പേരി വരുന്നു. അടക്ക വൃത്തിയാക്കി വരുന്നു, കഷ്ണം ആയിട്ട് വരുന്നു. വെറ്റില വരുന്നു. ഇത് ആര് വരുന്നു, ആര് കൊണ്ടുവരുന്നു എന്നില്ല, ഇതേപോലെ വരുന്നു എന്ന് പറയും. അപ്പോൾ അകായിലുള്ള ഒരാൾ, വീട്ടിനകത്തുള്ള ഒരു സ്ത്രീയെക്കുറിച്ച് സൂചനയില്ല. പൊതുവെ വീട്ടിനകം ഒരു അല്പം ഇരുണ്ടതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഏത് കൊട്ടാരമാണെങ്കിലും, ഏത് നായരുടെ വീടാണെങ്കിലും വീടിനകം ഒരല്പം ഇരുണ്ട് പോലെയാണ് കാണുന്നത്. നമ്മുടെ ലോകനൊക്കെ പറയുന്നത് ഈ മലയാളികളുടെ വീടിൻ്റെ വൃത്തിയെക്കുറിച്ചും അതിൻ്റെ വെളിച്ചത്തെക്കുറിച്ചുമാണ്. ആ കാര്യം പക്ഷേ ഇവിടെ കാണാനില്ല. അതുപോലെ കളരിയെക്കുറിച്ച് ഒരു സൂചനയുമില്ല. ഒരു കളരിയും അതിൻ്റെ അടുത്തൊരു ഒരു കാവും അവിടെയാണ് അടിസ്ഥാനമായിട്ട് കിട്ടുക. അതിനെക്കുറിച്ചൊരു സൂചനയില്ല. പക്ഷേ ആ ബന്ധം അടിയിൽ കിടക്കുന്നതായിട്ട് നമ്മൾ കണ്ടെത്തണം. അത് ഒരു തരത്തിലുള്ള ഈ തോറ്റംപാട്ടിൻ്റെ ഈ ഘടനയിൽ കൂടി അപ്പുറത്ത്, അതിനപ്പുറത്ത് ഒരു സാമൂതിരിയുടെ ഒരു പടയുടെ അല്ലെങ്കിൽ ശക്തിയുടെ ഒരു സ്ട്രക്ചർ നമുക്കത് കൂടി കാണാം. കളരിയുള്ള പടനായർ, അഭ്യസിക്കുന്നവർ, പണിക്കർ സ്ഥാനം കിട്ടുന്നത്, അത് കഴിഞ്ഞിട്ട് രാജാവിൻ്റെ അടുത്ത് പോയിട്ട് പണിക്കർ സ്ഥാനം, രാജാവിൻ്റെ മുഖത്ത് തന്നെ കിട്ടുന്നത്, വാഴ കിട്ടുന്നത്. അപ്പോൾ കൈക്കരുത്തിൻ്റെ ഒരു ഘടന, സാമൂതിരി രാജാവിൻ്റെ 2 തരത്തിലുള്ള ഘടനയെക്കുറിച്ച് പറയും. അയ്യൻ, നമ്മുടെ പണിക്കർ എന്ന് പറയുന്ന ഗ്രൂപ്പിനെക്കുറിച്ച് പറഞ്ഞു, പാറനമ്പിയെക്കുറിച്ച് പറഞ്ഞു. അതുപോലെ ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു കാര്യം കൂടി സാമൂതിരി രാജാവ് ചെയ്തിരുന്നു. ഈ പട്ടത്താനം എന്ന് പറയുന്നത് അത് ബുദ്ധിപരമായിട്ടുള്ള ഒരു മേക്കയ്യ് കേരളത്തിൽ കിട്ടാൻ വേണ്ടി ചെയ്തതാണ്. എന്താണ് ഇവിടെ ഇവിടെയുള്ള തിരുനാവായുള്ള മാമാങ്കം എന്തിനാണ് നടത്തുന്നത്? അതുപോലെ തന്നെയാണ് പട്ടത്താനം കോഴിക്കോട്ട് വെച്ചത്. ഒന്ന് ബുദ്ധിപരമായിട്ടും മറ്റത് ആയോധനമായിട്ടും ശാരീരികപരമായിട്ടും അഭ്യാസമായിട്ടും. അതുവഴി ഈ കേരളത്തിൻ്റെ അധീശത്വം പിടിച്ചടക്കുക, ശത്രും ഒന്നും കീഴടക്കി കൊള്ളാൻ പറയുന്ന ആൾ അഴുവാഞ്ചേരി തമ്പ്രാക്കളാണ്. തലയിൽ ഇത് വെച്ചിട്ട് ശത്രും കൊന്നും കീഴടക്കാൻ കൽപ്പിച്ചു കൊടുക്കുന്നത് അഴുവാഞ്ചേരി തമ്പ്രാക്കളാണ്. മുടി ഏറ്റുന്ന സമയത്ത് ഈ വിക്കിരനും അതുപോലെ മാനിച്ചനും 2 സഹോദരന്മാർ അവിടെ വഴിയാണിത് വന്നതെന്ന് പറയുന്നുണ്ടെങ്കിൽ അവരും ഈ ബുദ്ധിയുടെ കാര്യത്തിൽ നോക്കിയിട്ടില്ല, അഭ്യാസത്തിൻ്റെ കാര്യത്തിലാണ്. അപ്പോൾ ഈ അഭ്യാസത്തെക്കുറിച്ച് പറയുമ്പോൾ കളരിയെക്കുറിച്ച് എന്തുകൊണ്ട് പറയുന്നില്ല എന്നതൊരു പ്രത്യേകമായി സൂക്ഷിക്കേണ്ടതാണ്. ഓരോ കളരിയുടെയും ഓരോ നാഥൻ ഓരോ പടനായരാണ്. അപ്പോൾ ഓരോ പടനായർക്കും അയാളുടേതായുള്ള പടയുണ്ട്. അപ്പം അങ്ങനെ ഒരു ശക്തിയുടെ ഒരു കാര്യം വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ അത് തോറ്റത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. അത് എല്ലാ തോറ്റത്തിലും ഉണ്ട്. അത് ഈ പടവെട്ട് തോറ്റത്തിൽ
തൻ്റെ സാന്നിധ്യം അറിയിക്കൽ അധികാരം കാണിക്കൽ തന്നെയാണ് പടവട്ട തരത്തിലുള്ളത്. ഭദ്രകാളിമാർ എന്ന് ഒരു രണ്ട് മൂന്നാല് ഭദ്രകാളിമാരെ പറ്റി സൂചിപ്പിക്കുന്നുണ്ട്. വയനാട് ഭദ്രകാളി അല്ലാതെ തന്നെ വേറെ ഭദ്രകാളിമാരുമുണ്ട്. അവരൊക്കെ ഇവരെ ഈ കരിങ്കാളിയുടെ അധീശത്വം അംഗീകരിച്ചിട്ടുണ്ട്. കരിങ്കാളി വയനാട് മാത്രമാണ് പറ്റാത്തത്. ഏതായാലും അതും തൻ്റെ സാന്നിധ്യം അറിയിക്കലാണ്. അത് വെള്ളിയാഴ്ച തോറ്റത്തിലുണ്ട്, വെള്ളരിക്കൽ തിരക്കൽ തോറ്റത്തിലുണ്ട്, കരുത്ത് ബോധ്യപ്പെടുത്തുക. അതുപോലെ പിന്നെ ഈ തോറ്റം പാട്ടുകളുടെ മൊത്തത്തിൽ തോറ്റവും പാട്ടും എന്ന് പറഞ്ഞ് രണ്ട് തരത്തിലുണ്ട്. ഈ എ ഒ എന്ന് പറയുന്ന ആ ഒരു രണ്ട് ശബ്ദങ്ങൾ പാട്ടിലുണ്ടാവും. പിന്നെ പൊലിച്ചുപാട്ട്, അങ്ങനെയുള്ള വെള്ളരി തിരക്കിലെ പാട്ട്, അവിടെയൊക്കെ ഈ എ ഒ എന്നുള്ള ശബ്ദമുണ്ട്. മറ്റതൊക്കെ തോറ്റത്തിൻ്റെ. അപ്പോൾ ഈ തോറ്റത്തിൻ്റെ ഈ ഘടന ഈ ശരിക്കും പറഞ്ഞാൽ ഈ തോറ്റമാണ് ഈ വേഷത്തേക്കാൾ കൂടുതൽ, കരിങ്കാളിയുടെ വേഷത്തേക്കാൾ കൂടുതൽ മുന്തി നിൽക്കുന്നത്. ഒരല്പം കൂടി തോറ്റക്കാരനാണ് അത് ഭരിക്കുന്നത് എന്ന് തോന്നും. നമ്മൾ ആ അനുഷ്ഠാനം കാണുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ആൾ തോറ്റക്കാരനാണ്. അയാൾ നിയന്ത്രിക്കുന്നത് ആ ആളാണെന്ന് പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട്. അതിനൊപ്പം തന്നെ തോറ്റക്കാരൻ പാടുന്നതിനൊപ്പം തന്നെ ഈ തെയ്യക്കാരൻ എങ്ങനെ ചെയ്യണം, കൊലക്കാരൻ എന്ത് ചെയ്യണം എന്നൊക്കെ സംശയമുണ്ടെങ്കിൽ അവസാനം നിർദ്ദേശം കൊടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ തോറ്റക്കാരനൊരു പ്രാമുഖ്യമുണ്ട്. അതുകൊണ്ട് തോറ്റക്കാരൻ ഉപയോഗിക്കുന്ന ഭാഷയെയും തോറ്റത്തെയും വളരെ കാര്യമായിട്ടാണ് ഈ കരിങ്കാളിത്തറയിൽ പരിഗണിക്കേണ്ടി വരുന്നത്. അതിനുശേഷം അവസാനം വെള്ളരിത്തരക്കിലെ തോറ്റം കഴിയുന്നതോട് കൂടിയിട്ടാണ് ഈ ഓരോ കാവുകളിലേക്കും ഈ കരിങ്കാളി എത്തുന്നത്. അതിലൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, കാവിനെ കുറിച്ച് പറയുമ്പോൾ ആ കാവിൻ്റെ പേരൊക്കെ പറയും. പക്ഷേ ഈ മുല്ലത്തലയെക്കുറിച്ച് അവിടെ മുല്ലത്തലയിൽ നിന്ന് പൂവെടുത്ത് ചൂടി, ഇത് മുല്ല എന്ന് പറയുന്നത് ഐന്തിണകളിലെ മുല്ല ആണ് എന്നൊരു പക്ഷേ ഈ തോറ്റം രചിച്ച ആളോ പാടുന്ന ആളോ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും. മുല്ല എന്നുള്ള ശരിയായിരിക്കും. മുല്ല നെല്ലയും വന്ന് പൂവറുത്ത് ചൂടി. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത് മുല്ലയാണ്, അതുപോലെ മുല്ല എന്നത് പ്രദേശത്തെയാണ് എന്ന് പറയാനുള്ള അധികാരം നമുക്കില്ല. അത് പാടുന്നവരോ അവർ പറയുന്ന തോറ്റം ചൊല്ലുന്നവരോ അത് മുല്ലയാണ്, മുല്ല നല്ലെന്ന് അറുത്ത് ചൂടുകയാണെങ്കിൽ അങ്ങനെ തന്നെയാണ് നമ്മൾ കരുതേണ്ടി വരുന്നത്. പക്ഷേ നമ്മുടെ ഭാഷ അല്ലെങ്കിൽ നമ്മുടെ ചരിത്രം, സാംസ്കാരിക ചരിത്രം പറയുന്നത് 5 തണകളിൽപ്പെട്ട മുല്ലയെക്കുറിച്ചാണ് ഈ പറയുന്നത്. അതിനു മുമ്പ് കുറിഞ്ചി, മുല്ല, പാല, മരുതം, നെയ്തൽ എന്ന് പറയുന്ന ആ 5 തണകളിൽപ്പെട്ട മുല്ല എന്ന തണയിലാണ് ഈ മുല്ലത്തറ എന്ന് പറയുന്നത്. അവിടെയും കരിങ്കാളി. മുല്ലത്തറയ്ക്കുള്ള പ്രത്യേകത, അവിടെ ഈ ശ്രീകോവിലിന് മേൽപ്പരുണ്ടാവില്ല. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ഈ മുല്ലത്തറയിൽ തന്നെ. അതും അവിടെയും അതാത് കാവിൻ്റെ കീഴിൽ വരും ഈ മുല്ലത്തറ. അതാത് കാവിൻ്റെ കീഴിൽ വരുന്ന മുല്ലത്തറയിൽ അവിടെയും അധികാരി അവിടെയുള്ള അതാത് കാവിൻ്റെ കോമരങ്ങളാണ്. അപ്പം ഇങ്ങനെയും ഇതൊരു വ്യവസ്ഥയാണ്. അപ്പം ഇങ്ങനെ ഒരു ശക്തമായിട്ടുള്ള വിശ്വാസത്തിൻ്റെ ഒരു വ്യവസ്ഥയും അധികാരത്തിൻ്റെ ഒരു വ്യവസ്ഥയും, ഇത് രണ്ടും കൂടി ചേരുന്നതാണ് ഈ കരിങ്കാളിത്തറ എന്നുള്ളത്. അത് കഴിഞ്ഞ് കുറച്ചു കാലം ഈ കരിങ്കാളിത്തറ യുദ്ധവും മാമാങ്കവും ഒക്കെ അവസാനിച്ചതിന് ശേഷം പിന്നെ കരിങ്കാളിക്ക് പരിണാമങ്ങൾ സംഭവിക്കുന്നു. കരിങ്കാളി എന്ന സങ്കല്പത്തിന് പരിണാമങ്ങൾ സംഭവിക്കുന്നു. കുട്ടികളുടെ അസുഖം മാറാൻ, കുട്ടികൾക്ക് രോഗം വരുന്നത് മാറാൻ വെളിച്ചപ്പാടിൻ്റെ കയ്യിൽ നിന്ന് പട്ട് വാങ്ങുക, വെളിച്ചപ്പാടിൻ്റെ വാളുമ്പിൽ പട്ട് വയ്ക്കുക, അത് വാളുമ്പിൽ പണം വയ്ക്കുക. അങ്ങനെ അസുഖത്തിൻ്റെ
രോഗത്തിന്, കുട്ടികൾക്കുള്ള രോഗത്തിന് ചികിത്സിക്കുന്ന അതിന് അതിന് പ്രതിവിധിയായിട്ട് ചെയ്യുന്ന ഒന്ന് വെളിച്ചപ്പാടിൻ്റെ ഈ വാളാണ്. കുട്ടികളുടെ ഭയം മാറാൻ, കുട്ടികളുടെ രോഗങ്ങൾ മാറാൻ, അതുപോലെ വസൂരി, അതുപോലെയുള്ള മാരോഗങ്ങൾ വരുമ്പോൾ സഹായിക്കാൻ, ആളുകളെ സഹായിക്കാൻ വെളിച്ചപ്പാടാണ്. വെളിച്ചപ്പാട് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? അതിന് കാരണം ആ ദേശത്തെ വെളിച്ചപ്പാടാണ്. ആ തട്ടകത്തിലെ വെളിച്ചപ്പാടിൻ്റെ ഉത്തരവാദിത്വമാണ് അതില്ലാതാക്കുക. അതിനെന്തൊക്കെ പ്രതിവിധി എന്താണെന്ന് നിശ്ചയിക്കൽ ആ വെളിച്ചപ്പാടാണ്. അതുപോലെ ഈ തോറ്റക്കാരും വെളിച്ചപ്പാടും കാരും തമ്മിലുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു പൊരുത്തമാണ് ഈ നമ്മുടെ ഈ കരിങ്കാളി തറയിൽ കാണുന്നത്. അതിൽ കൃത്യമായ പൊരുത്തം കാണുന്നു എന്ന് പറയുമ്പോഴും ഈ പെരുവണ്ണാൻ എന്ന് പറയുന്ന ആൾ തീണ്ടലുള്ള ആളാണ്. കിരിയത്തിൽ നായർ അടുത്ത് തൊടാൻ അവകാശമില്ലാത്ത ആളാണ് പെരുവണ്ണാൻ. പക്ഷെ അവർ തമ്മിലുള്ളൊരു പൊരുത്തപ്പെടൽ അവിടെ കാണാനുണ്ട്. അത് ഇതിനെ ചടങ്ങിൽ തന്നെ, ഈ അനുഷ്ഠാനത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു പ്രത്യേക ഘട്ടത്തിൽ പാലുംപിള്ളരി കഴിഞ്ഞതിന് ശേഷം വെളിച്ചപ്പാടുമാർ എല്ലാവരും ചേർന്നിട്ട് തെക്ക് ഭാഗത്ത് കിഴക്ക് പടിഞ്ഞാറായിട്ട് ഇങ്ങനെ ചിലമ്പിട്ട് കുലുക്കുക നടക്കും. വാളും കുലുക്കുക നടക്കും. പതുക്കെ പതുക്കെ അങ്ങനെ ഉറഞ്ഞ് തുള്ളി തുടങ്ങുന്ന സമയത്ത് അതിൻ്റെ നേരെ മുൻപിലായിട്ട് മറ കെട്ടിയിട്ട് അവിടെ തറ ഒരുങ്ങുകയായിരിക്കും. ഒരുങ്ങിക്കഴിയുമ്പോൾ പതുക്കെ പതുക്കെ തിരക്കാനും നമ്മുടെ തെയ്യങ്ങളിലോ അല്ലെങ്കിൽ കോഴിക്കോട് മാത്രം തറകളിലൊക്കെ പലപ്പോഴും ഈ ഒരുങ്ങുമ്പോൾ തന്നെ തോറ്റം പാടി തുടങ്ങും. ഈ തെയ്യത്തിലൊക്കെ ആണെങ്കിൽ തെയ്യം കെട്ടുന്ന ആൾ തന്നെ അത് പാടിക്കൊണ്ടിരിക്കും. മുഖത്ത് നോക്കുന്നവരെ, മുഖത്തിൽ അവസാനം ഒരു കണ്ണാടി എടുത്തിട്ട് തൻ്റെ മുഖം കാണുന്നത് വരെയും വടക്കൻ പ്രദേശത്തിലെ തെയ്യക്കാരൻ ഈ തോറ്റൊക്കെ പാടിക്കൊണ്ടിരിക്കും. ഇവിടെ അത് കാണുന്നില്ല. തെയ്യക്കാരൻ അല്ലെങ്കിൽ കോലക്കാരൻ പാടുന്നില്ല. അയാൾ ഈ തുടക്കത്തിൽ കുളിച്ച് പുറപ്പെടുന്ന സമയത്ത് മാത്രമേ ഈ തോറ്റത്തിൻ്റെ ആദ്യ ഭാഗത്ത് കുറച്ച് ഭാഗം ചൊല്ലൂ, പിന്നെ ഒന്നും ചൊല്ലാറില്ല. ഈ മറ്റുള്ള ഇതുപോലെ അങ്ങനെ ഒരു വ്യത്യാസം ഇപ്പം ഈ കരിങ്കാളി തിരക്കുണ്ട്. പിന്നെ ശരീരത്തിൽ വസ്ത്രങ്ങൾ വരയ്ക്കാറാണ് പതിവ്. അടി വസ്ത്രം ഈ ഉടുത്ത് കെട്ടിക്കഴിഞ്ഞാൽ മാറിൽ വരയ്ക്കുകയാണ് ചെയ്യുക. ഒരു പ്രത്യേക ഒരു വ്യത്യാസം അതിന് കാണാനുണ്ട്. പിന്നെ അങ്ങനെ ചില ചടങ്ങുകൾക്കൊക്കെ ഈ വ്യത്യസ്തത കാണും. താരതമ്യേന ഇത് പുതിയതായിട്ടൊരു ഒരു തരയാണ് എങ്കിൽ പോലും പ്രാചീനമായിട്ടൊരു സ്വഭാവമാണ് കാണുന്നത്. വടക്കേ നമ്മുടെ കോഴിക്കോട് പ്രദേശങ്ങളിൽ, കോഴിക്കോട് മാവൂർ അങ്ങനത്തെ പ്രദേശങ്ങളിലൊക്കെ ഏതാണ്ട് വടകര വരെയൊക്കെയുള്ള തെയ്യങ്ങളുടെ തറകളിലൊക്കെ വളരെ കളർഫുള്ളായിട്ടുള്ള നൃത്തവും ആവേശവും എല്ലാം കാണാൻ സാധിക്കും. പക്ഷേ ഈ കരിങ്കാളി തിരക്ക് അങ്ങനെ വലിയതായിട്ടുള്ള വേഷവിധാനങ്ങളോ ഒരുപാട് അഭ്യാസങ്ങളോ നൃത്തങ്ങളോ ഒന്നും കാണാൻ അതിലൊരു അവസരവും കഷ്ടിയാണ്. ഈ വാളുമായിട്ടൊന്നിങ്ങനെ ചെറുതായിട്ട് വരിക, അത്രയേ ഉള്ളൂ. എന്നിളകി നാടി നിൽക്കുക. ഇതിൻ്റെ അവസാനം എത്തുമ്പോഴേക്ക് ഒരു ശാന്താട്ടത്തിന് മാത്രമാണ് ഈ തോറ്റത്തിൻ്റെ ഭാവത്തിൽ ഈ ഉറഞ്ഞു തുള്ളുന്നൊരു കാര്യം സംഭവിക്കുന്നത്. എന്നുവെച്ചാൽ ഈ തേക്കിൻ്റെ കറയാണ് ശാന്തമായിട്ട് എടുക്കുക. ആ തിരയിൽ കുറച്ച് സുഗന്ധ വസ്തുക്കളൊക്കെ ചേർക്കും. അത് തൊട്ടാൽ പൊള്ളും. അപ്പം അതുകൊണ്ട് ഒരു പാത്രം നിറച്ച് ചന്ദനം അരച്ച് കലക്കി വെച്ചിട്ടുണ്ടാവും. അതാദ്യം മേലാകെ പൂശുക, മുഖത്തും മേലാകെ പൂശുക. എന്നിട്ട് അങ്ങനെ 2-3 പ്രാവശ്യം വെളിച്ചപ്പാട് ഈ ചന്ദനം എടുത്തു കൊടുക്കും. പിന്നെ കോമരം 3 പ്രാവശ്യം 2-3 പ്രാവശ്യം ഈ ശാന്ത് കൊടുക്കും. അപ്പോൾ കോമരത്തിൻ്റെ വേഷം ശ്രദ്ധിക്കേണ്ടതാണ്. പട്ട്
ചുവന്ന പട്ട് കൊടുത്തിട്ടുണ്ടാവില്ല, വെളുത്ത വസ്ത്രമായിരിക്കും ഒടിഞ്ഞ് കൊടുത്തിട്ടുണ്ടാവുക. അത് 3 പ്രാവശ്യം ചന്ദനം കൊടുക്കും, പിന്നെ 3 പ്രാവശ്യം ചന്ദനം കൊടുക്കും, ചാന്ത് കൊടുക്കും. അതങ്ങനെ തുറന്നുകൊണ്ടിരിക്കും. അങ്ങനെ തുറന്നുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഉറഞ്ഞ തുള്ളി ചാന്ത് തൻ്റെ മേൽ തേക്കുന്ന പെരുവണ്ണാൻ അല്ലെങ്കിൽ തർക്കാൻ അയാൾ തന്നെ ചെയ്യുക. അയാൾ ചിലപ്പോൾ ഓടിപ്പോകുന്ന സമയത്ത് അയാളെ പിടിച്ച് ഈ സ്ഥലത്ത് ഇവിടേക്ക് തന്നെ കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തം കൂടെയുള്ള ആളുകൾക്കാണ്. അപ്പോൾ അവർ കൂടി വന്ന് ഇയാളെ കൊണ്ട് നിർത്തും, വീണ്ടും ഇത് തേച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഇത് തേച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കൊടുക്കുന്ന വെളിച്ചപ്പാടിനും ചിലപ്പം ഉറച്ച് വന്നുകൊണ്ടിരിക്കും, തുള്ളിക്കൊണ്ടിരിക്കും. അത് വെളിച്ചപ്പാട് തുറഞ്ഞ് തുള്ളി സഹിക്കാൻ വയ്യാതെ വരുന്ന സമയത്ത് അദ്ദേഹത്തെ പിടിച്ചു മാറ്റിയിട്ട് മറ്റൊരാൾ മറ്റൊരു വെളിച്ചപ്പാട് അതിനായിട്ട് വരും. ഇങ്ങനെ ആണ് അതിൻ്റെ മൂപ്പളമ സ്ഥാനം പോലെയാണ് ഓരോ വെളിച്ചപ്പാടുമാർ ചെയ്യുക. അത് ചെയ്തിട്ട് ഇത് തേച്ച് അവസാനം ഈ തറക്കാരൻ ഇത് കഴിഞ്ഞതിന് ശേഷം ചുറ്റും നടന്ന് ആന്തരികത്തെക്കുറിച്ചുള്ള നടന്ന തെയ്യത്തെക്കുറിച്ച്, ഈ കത്തറയെക്കുറിച്ച്, അനുഷ്ഠാനത്തെക്കുറിച്ച് നന്നായോ ഒന്ന് ചീത്തയായോ, അല്ലെങ്കിൽ എന്തെങ്കിലും വീഴ്ചകളുണ്ടായോ, എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടായോ, അല്ലെങ്കിൽ എന്തെങ്കിലും പറയാനുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, എന്തെങ്കിലും അനുഗ്രഹത്തിൻ്റെ വാക്കുകളുണ്ടോ, ഇങ്ങനെയുള്ളതൊക്കെ പറയേണ്ട ഉത്തരവാദിത്വം ഈ കോലം കെട്ടിയിട്ടുള്ള പെരുവണ്ണാൻ. അതുവരെ ആൾ വേറൊരു ശബ്ദവും പുറപ്പെടുവിക്കരുത്. അതിനുശേഷം അദ്ദേഹം പറയും, ചിലപ്പോൾ ഈ ശുദ്ധി പോരാ, പ്രവൃത്തിക്ക് ശുദ്ധി പോരാ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചില കാര്യങ്ങൾ അദ്ദേഹം ഈ കോലധാരിയായുള്ള ആൾ പറയും, ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ചെയ്യേണ്ടത്, ഇനി ഇതിന് പ്രതിവിധി എന്ത് ചെയ്യണം, ഇല്ലെങ്കിൽ എൻ്റെ വലം കൈ ആയുധമാണ് എന്നൊരു വാക്ക് എടുത്തു പറയും. എന്ന് വെച്ചാൽ ഞാനിത് അതിനും പോകുന്നതാണ് എന്ന് തൻ്റെ കരുത്തൊന്ന് ബോധ്യപ്പെടുത്താനാണ് തോന്നുന്നത്. ഏതായാലും ഒരു ഭീഷണി, ചിലപ്പോൾ അതിൻ്റെ ചിട്ട തെറ്റിയാൽ, ദിവസം തെറ്റിയാൽ, കുംഭമാസത്തിലെ അവസാനത്തെ കൂട്ടിയാഴ്ച ചൊവ്വ വെള്ളി ദിവസങ്ങൾ ആണ് തിറ എന്ന് നിശ്ചയിച്ചുള്ള ഒരു കാവല്. ആ ദിവസത്തെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതൊരു പിഴയായിട്ട് കണക്കൂട്ടും. അത് അങ്ങനെ ഒരു തവണ ഇടവണ്ണപ്പാറയിൽ ഈ തിറ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇയാളിത് എടുത്തു പറഞ്ഞു. എന്നിട്ട് അതിന് തെറ്റെന്താണ് ചെയ്യുകയെന്ന് വെച്ചാൽ അടുത്ത സമയത്ത് അതിനെക്കുറിച്ച് പറയാമെന്നേ പറഞ്ഞുള്ളൂ. അതിന് തെറ്റ് ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ച് പറഞ്ഞത് കേട്ടില്ല. ഏതായാലും അതും ചെയ്യാറുണ്ട്. അതാണ് കരിങ്കാതി തിറയുടെ അവസാനം. പിന്നെ എല്ലാവരും പ്രസാദമായിട്ട് ഈ ചാന്തിൻ്റെ അല്പം എല്ലാവരും വാങ്ങിക്കൊണ്ടുപോകും. ആദ്യം ചന്ദനം തൊടുക, പിന്നെ ചാന്ത് തൊടുക എന്നാണ് കണക്ക്. നെറ്റിയിൽ തൊട്ടാൽ കൊള്ളും. ആദ്യം ചന്ദനം, പിന്നെ ചാന്തും, അങ്ങനെ തൊടുക എന്നാണ് പ്രസാദമായിട്ട് വാൻ. ഇതാണ് കരിങ്കാളിത്തറയുടെ. ഇനി ഒരു കാര്യം കൂടി ഇതിനെക്കുറിച്ച് പറയാനുണ്ട്, അത് അടുത്ത തവണ പറയാം.